അതെ 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 ഓഹോ. അതായത് പറയുന്നത് സുരേഷ് ഗോപിയുടെ മോനായിട്ട് കൂടി നെഗറ്റീവ്സ് ഉണ്ടെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് അവസ്ഥ. അവന്മാരെ അതിനകത്ത് കയറി പറ്റുന്ന വാടകെട്ടാന്നൊക്കെയാ ഈ പയ്യൻ പറയുന്നത്. സുരേഷ് ഗോപിയുടെ പുതിയൊരു മോൻ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ മോനല്ല, സുരേഷ് ഗോപിയുടെ മോനൊക്കെ തന്നെ. പക്ഷെ നമ്മളാളെ പുതിയതായിട്ട് കാണുവാണേ. വന്നിറങ്ങി കുറെ മണ്ടത്തരം പറഞ്ഞു. ആര് കുമ്മാട്ടിക്കളി നേണ്ട ഒരു പാടത്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടാണ് തോന്നിയത് നടക്കുന്നത്. പക്ഷേ ഓ അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ അല്ലേ? സിനിമയിൽ അഭിനയിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല മോനെ. ആണോ ഗൂഗിളായിരിക്കും. അതോ അവര് പറഞ്ഞു കൊടുത്തതാണ് എന്താ മോനെ കുമ്മാട്ടിക്കളിയും. അപ്പോൾ അത് വന്നിരുന്ന് എന്തോരും പറയാം, കുഴപ്പമില്ല, ഞാനാണെന്നും പറയും. അയ്യോ 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 സുരേഷ് ഗോപിയുടെ അപ്പനല്ലെന്നാണ് പറയാൻ വരുന്നത്. അറിയാതെ ലൈക്ക് അടിച്ചു പോയി, മാറ്റേക്ക്. വീണ്ടും അത് തന്നെ കേൾക്കുന്നത്. എന്റെ അമ്മയെ ലെന ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ മാധവൻ എന്ത് അഡ്വൈസാ കിട്ടിയെന്ന്. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ വേറൊരിടത്താണ്. പിന്നെന്തൊക്കെയാ നേപ്പാളിലെ ഏതോ ഒരു ഓൾഡ് മോക്കാണെന്നൊക്കെ പറഞ്ഞോളോ. പൊട്ടനെ പറ്റിച്ചു കാണും, നോക്കിയോളെ. എങ്ങനെ എന്റെ അമ്മേ വേ മോർ ദാൻ ജീവിതശൈലികളെ പറ്റിയും വെരി നോളജബിൾ പേഴ്സൺ. എനിക്ക് മാമിന്റെ ജീവിതത്തിനെ പറ്റിയും എങ്ങനെ ജീവിക്കണം എന്നുള്ളതും എങ്ങനെ നമ്മളെ തന്നെ കെയർ ചെയ്യണമെന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. കൊള്ളാളിയാ, സമ്മതിച്ചിരിക്കുന്നു. പോരെ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനി ഒന്നും പറയണ്ട, ഇനി ആരും ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി മോനേടാ. ഇതൊക്കെ മാം സൂപ്പർ മാം, അവരെ നല്ലതായിട്ട് അറിയാം എല്ലാവർക്കും. അവരെന്താ പറയുന്നതെന്നും അതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുക പലരും. അത് കേട്ടപ്പോ സുരേഷ് ഗോപിയുടെ മോന് മനസ്സിലായത് കേട്ടല്ലോ എന്താന്ന്. ജീവിതത്തെ പറ്റിയൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തപ്പോ ഭയങ്കര സ്വീസ് വേ മോർ ദാൻ ദാറ്റ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കുമല്ലോ ഇവനൊക്കെ വേണ്ട അറിയാവുന്നവന്മാരാന്ന്. ഇങ്ങനത്തെ വെടത്തിലൊക്കെ കേൾക്കുമ്പോൾ വായും പൊളിച്ചിരുന്നിട്ട് സൂപ്പറാന്ന് പറയുന്ന മകനും കൊള്ളാം, എല്ലാം കൊള്ളാം, നന്നായിരിക്കുന്നു. ഈ വന്ന കാലത്ത് എന്റെ അളിയ എന്നാൽ ഇങ്ങനെ സംഭവിച്ച ആരുടെയും പറയാവോ? മിണ്ടാതിരിക്കണ്ടേ? വലിയ ലെന സൂപ്പറാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരോടും പറയരുത്. അത് പ്രത്യേകിച്ച് വലിയ ഇന്റർവ്യൂവിനൊക്കെ പോയി വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം കാണത്തില്ല. അവിടെയൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ ശരിയാ മോനെ എന്ന് പറഞ്ഞു കാണുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു കാണും. അതാ അവൻ ഇവിടെയൊക്കെ വന്ന് പറഞ്ഞത്. ചുമ്മാ എടി എന്ത് പടയത് പടം പ്രൊമോട്ട് ചെയ്യാൻ അത് ചെയ്താ പോരെ. അത് എങ്ങനെ ഇതിന് ഇങ്ങനത്തെ പൊട്ടത്തിലൊക്കെ ഒന്ന് പറയാതെ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സിനിമ പ്രൊമോഷൻ വരുമ്പോഴുള്ള കൂടുതൽ ചോദ്യങ്ങൾ. അതെ, എന്ത് കാര്യത്തിനാണാവോ? ആ സിനിമയെ കുറിച്ച് ഒന്നും ചോദിക്കൂല. അത് കുഴപ്പമില്ല, അച്ചാർ തൊട്ട് നോക്കിയതാ. കന്യാസ്ത്രീമാര് ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ട് ചന്ദനമൊക്കെ തൊട്ടോ പാവങ്ങള്. ആ വിഷയം നമുക്ക് പറയേണ്ട വിഷയമാണ്. ചന്ദനമൊക്കെ തൊട്ട് കന്യാസ്ത്രീകൾ യേശുവിന്റെ മണവാട്ടികളാ. ഓണം ആഘോഷിക്കുക, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഓണം ആഘോഷിക്കും യേശുവിനോടൊപ്പം. ഈ ഓണം യേശുവിനോടൊപ്പം. അത് മരിച്ചു കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ മരിച്ചെങ്ങാനും പോകുമ്പോൾ സ്വർഗമൊന്നും ഇല്ല എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇപ്പം തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി സ്വർഗം ഇല്ലെന്നും. ഇവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? ഈ ഓണം സഭയ്ക്കൊപ്പം, ഈ ഓണം സഭയ്ക്കൊപ്പം അല്ല, ഈ സഭ ഓണത്തിനോടൊപ്പം, അങ്ങനെയല്ലേ? എന്താണേലും കൊള്ളാം കേട്ടോ. സുരേഷ് ഗോപിയുടെ മോനും കൊള്ളാം, അടി ലെനയും കൊള്ളാം, സുരേഷ് ഗോപി അതിലും കൊള്ളാം, എല്ലാവരും അടിപൊളിയാ, സൂപ്പറാ. തൃശ്ശൂരുകാർ അതുക്കും മേലെ. തൃശ്ശൂരുകാരല്ല കേട്ടോ, തൃശ്ശൂർ മൊത്തം അങ്ങനെ നല്ലതാണ്. വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാരോട് കൂടി ഒപ്പിച്ച് കൊടുത്തായത്. അവിടുത്തെ ആ വോട്ട് ചെയ്ത ആൾക്കാരെ തെരഞ്ഞു പിടിക്കാമെങ്കിലേ അതൊന്ന് അറിയാൻ പറ്റുവാണെങ്കിൽ അവരൊന്ന് ഗൗനിക്കാമായിരുന്നു അല്ലേ? എന്തല്ലേ